ചാരമായി നെറ്റിയിൽ കുരിശാകൃതിയിൽ വരയ്ക്കപ്പെടുന്നതോടുകൂടിയാണ് തപസ് കാലത്തിന് ആരംഭം കുറിക്കുന്നത്. ഇത് പറയുന്ന വലിയൊരു സത്യമുണ്ട്. ഇന്ന് ജീവനോട് നിൽക്കുന്ന മനുഷ്യനോട് നീ ചാരമായി തീരുമെന്നുള്ള സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ആദ്യമായി ഭൂമുഖം കണ്ട മനുഷ്യനോടും ദൈവം പറയുന്നുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പൊടിയിലേക്ക് മടങ്ങും എന്നുള്ള സത്യം. ചാരം പൂശുവാൻ വേണ്ടി പുരോഹിതന് മുമ്പിൽ വിശ്വാസി ശിരസ് നമിക്കുകയാണ്. ശിരസ് നമിക്കുന്നതിലൂടെ വിശ്വാസി ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെടുന്നതിൻ്റെ പ്രതീകമാണത്. ജീവിതത്തിൽ എളിമപ്പെടുവാനുള്ള കാലഘട്ടമാണ് തപസ്സു കാലഘട്ടം. ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും അനുഷ്ഠിക്കേണ്ട കാലഘട്ടം. സ്നേഹമുള്ളവരെ, ഈ വിഭൂതി ബുധനിൽ ചാരം വീഴേണ്ടത് നമ്മുടെ തെറ്റായ മനോഭാവങ്ങൾക്ക് മേലാണ്. എൻ്റെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും മേലാണ്. എങ്കിൽ മാത്രമേ ഞാനെന്ന അഹങ്കാരത്തിൻ്റെ എൻ്റെ ലോകത്തു നിന്നും ദൈവമുള്ള ലോകത്തിലേക്ക് എനിക്ക് പുറപ്പെടുവാൻ, യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ വിഭൂതി ബുധൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു തോട്ടം എത്ര നല്ലതാണെങ്കിലും പറിച്ചു കളയുവാൻ കുറച്ചെങ്കിലും പാപക്കളകളുണ്ടാവും. സ്നേഹമുള്ളവരെ, മനുഷ്യജീവിതം എത്ര നല്ലതാണെങ്കിലും പറിച്ചു കളയുവാൻ പാപത്തിൻ്റെ കളകളുണ്ട്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളിൽ പാപത്തിൻ്റെ കളകൾ പറിച്ച് മാറ്റുവാൻ വേണ്ടി, അവരിൽ ദൈവികതയുടെ വസന്തം വിരിയിക്കുവാൻ വേണ്ടി ഈ തപസ് കാലത്തിൻ്റെ ദിവസങ്ങളിലെല്ലാം വിശ്വാസ സത്യങ്ങളോട് അടുപ്പിച്ച് നിർത്തുന്ന നുറുങ്ങ് ചിന്തകൾ അവർക്ക് നൽകുന്നതായിരിക്കും. ഈ ചിന്തകൾ ഈ മക്കളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കളകൾ പറിച്ചു മാറ്റട്ടെ. അങ്ങനെ ആത്മീയ വസന്തം ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ ഒരു തപസ് കാലം ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.